അസ്സലാമലൈക്കും. നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ അതാ നമ്മളെ പച്ചരിയും ചോറും കൂടിയിട്ട് അരച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ദോശ മൊരിഞ്ഞിട്ട്. കറിയൊന്നും ഇല്ലെങ്കിലും നല്ല മൊരിച്ചെടുത്തിട്ട് ചൂട് കൊടുക്കുക തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞാറ്റക്ക് മാത്രമേ സ്കൂളുള്ളൂ കേട്ടോ. പക്ഷേ ശനിയാഴ്ചയാണ്. കുഞ്ഞാറ്റക്ക് ഇന്നൊരു ക്യാമ്പിൻ്റെ എന്തോ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അവൾ ഉച്ച വരെ ഉള്ളൂ ഫുഡൊക്കെ സ്കൂളിലുണ്ട് കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ ഒരു 8:30 മദ്രസയിൽ നിന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് 9 മണി വരെ ഉണ്ടാവും. അപ്പോൾ അവൾക്ക് സ്കൂളിൽ 9 മണിക്ക് എത്തണം. അതുകൊണ്ട് ഒരു 8:30 വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അത് കടലക്കറിയാണ് കേട്ടോ. അന്നേരത്തെ കടലക്കറി ബാക്കിയായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് ഉണ്ടാക്കിയതിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ മാറ്റിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ദോശ പരിപാടിയൊക്കെ ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാ ഞങ്ങളും മാഷാഅല്ലാ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ലേ നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ പടച്ചവനോട് പറഞ്ഞിട്ട് നമ്മൾ പടച്ചവനോടല്ലാതെ നമുക്ക് ആരോടാ പറയാനുള്ളതല്ലേ. അപ്പം നമ്മൾ പടച്ചവനോട് പറഞ്ഞ് വലുതായിട്ട് അതൊക്കെ ചെറുതാക്കിയിട്ട് നമുക്ക് തരും അല്ലേ നമ്മളെ വിഷമങ്ങളൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ ദോശ ചൂടെല്ലാം കഴിഞ്ഞ് കുഞ്ഞാറ്റ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവളങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇതാ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ കൂട്ടുകാരുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ അതാ അവളതിനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവളെ കൂട്ടുകാരുടെ കൂടെ അവളങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളിത് അവളിനൊക്കെ പറഞ്ഞയച്ച് അവളെ ഞാൻ അങ്ങോട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഞാനിത് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പൊരിച്ച് ബാക്കിയുള്ളത് ഇതാ കുറച്ച് കറി വെച്ചിട്ടുണ്ട്. നമ്മളെ ചോറൊക്കെ റെഡിയായി. ചെമ്മീൻ ഇതാ നല്ല തേങ്ങ അരച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും കറിയൊക്കെ വെക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ പിടിച്ചിട്ടാണല്ലോ വീഡിയോ എടുക്കണത്, മറ്റേ സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ ചെമ്മീൻ പൊരിച്ചത് മോൾക്കാണ് കേട്ടോ. മോള് മത്തി കൂട്ടണില്ല ഇപ്പോൾ. അപ്പോൾ അവൾക്ക് ചെമ്മീനും പൊരിച്ച് എനിക്കും മോനിക്കും മത്തിയും പൊരിച്ചിട്ടാണ്. അപ്പോൾ മത്തിയൊന്നും ഇപ്പോൾ അധികം ടേസ്റ്റ് ഇല്ല കേട്ടോ. സംഭവം ഒരു എന്താ ഒരു പോലുണ്ട് കേട്ടോ മത്തിയൊന്നും. പിന്നെ മമ്പയർ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതാക്കി നുറുക്കിയിട്ട് അത് പൊരിച്ച് വെച്ച് പിന്നെ ഒരു കണ്ണിമാങ്ങ പറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അവർക്ക് ഒരു അച്ചാർ പോലെ അതാക്കി കൊടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മളെ ഷാമോന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു അവൻ്റെ സാധനങ്ങളൊക്കെ വെക്കണ കള്ളി ഒക്കെ ഒന്ന് വൃത്തിയാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഈ പൊട്ടിയ പെൻസിലും കളറ് പോയതും അതും ഇതൊക്കെ ആയിട്ട് പോകാൻ കുറേ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വൃത്തിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ വൃത്തിയാക്കിയാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവനക്കൊരു പണി കൊടുത്തതാണ്. ഈ ഒരു പണി ഓന് വൈകുന്നേരം വരെ എടുത്തിക്കണം കേട്ടോ. അത്രയും പണികളുണ്ട്. കളർ പെൻസിലും ഓനെ കോട്ടി ഓനെ കളിക്കണ കാർഡുകളെല്ലാം കൂടി അലങ്കോലാക്കിയിട്ട്. അപ്പോൾ എന്താ മക്കളെ, നമ്മളെ കുഞ്ഞു വ്ളോഗിലത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. നമ്മളെ വീടിൻ്റെ ഒരു ഇതാണ് ഇട്ടത്. കൂണ് സ്റ്റെപ്പിൻ്റെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല. പിന്നെ റൂമിൻ്റെതാ കറണ്ടിൻ്റെ വയറിങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ട് വലിച്ചിരിക്കുകയാണ്. വയറിങ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പം ഞാൻ അങ്ങനത്തെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ പഠിച്ചോ സാധിപ്പിച്ച് തരട്ടെ അല്ലേ. അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു കുഞ്ഞു സഹായം എല്ലാവർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ബെൽ ബട്ടനൊക്കെ ഒന്ന് അമർത്തുക. എന്നാലാണ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞ് നമ്മളെ വീട്ടിലത്തെ കുഞ്ഞു വിശേഷങ്ങൾ എൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാനുണ്ടാവുള്ളൂ. അല്ലാതെ മറ്റേ കണ്ടൻറ്റ് ബേസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എപ്പോഴും പറയണ പോലെ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെ വ്ളോഗിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പം ഇന്ന് എന്താ പറയുക, സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കുറച്ച് നേരമൊക്കെ അവരങ്ങനെ പുറത്ത് കളിക്കാൻ വിടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിടുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യമാവും. പിന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ കളിച്ച് ശീലമായ അത് പിന്നെ അവർക്ക് ഒരു ഹാരാവും. അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ രണ്ടാളോടൊന്ന് പുറത്ത് പോയിട്ടൊക്കെ കളിച്ചോളാൻ പറയും കേട്ടോ. അവരെ കൂട്ടുകാരെ തൊട്ടപ്പുറത്ത് തന്നെ ഗ്രൗണ്ടിൽ മോന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോട്ടെ. മോള് പിന്നെ എവിടെയും പോകില്ല. ഓള് ചിത്രം വരെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓള് ഇവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.